പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്ന നിങ്ങളുടെ നാളെയിൽ നാളെ 2025 മാർച്ച് 5-ാം തീയതി, അതായത് 1200 കുംഭമാസം 21-ാം തീയതി ബുധനാഴ്ച. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:40-നും അസ്തമയം വൈകിട്ട് 6:31-നുമാകുന്നു. ബുധനാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാളത്തെ നക്ഷത്രത്തിനൊരു പ്രത്യേകത, നാളെ വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാകുന്നു. നാളെ സുബ്രഹ്മണ്യ പ്രീതി ചെയ്യേണ്ടുന്ന ദിവസമാകുന്നു. നാളെയാണ് സുബ്രഹ്മണ്യന് ഏറ്റവും പ്രാധാന്യമുള്ള ഷഷ്ഠി വരുന്നത്. വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിക്കാണ് പ്രാധാന്യം. അതിനാൽ ഷഷ്ഠി ദിനത്തിൻ്റെ തലേന്നാൾ തന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ച് വൈകിട്ട് അരിഭക്ഷണം ഉപേക്ഷിക്കുക. ഫ്രൂട്ട് ജ്യൂസസ് ഇതൊക്കെ കഴിച്ച്, ലഘുഭക്ഷണമൊക്കെ കഴിച്ച് നാളെ കാലത്ത് സുബ്രഹ്മണ്യ പ്രീതി ചെയ്യണം. സുബ്രഹ്മണ്യനെ നിങ്ങളുടെ പൂജാമുറികളിൽ സ്ഥാനം കൊടുത്ത് ഓം വജത് ഭുവേ നമഃ എന്ന സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം ചിന്മുദ്രയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ജപിക്കണം. നിങ്ങൾക്ക് നാളെ സുബ്രഹ്മണ്യന് കടും പായസം ഉണ്ടാക്കാം. ഇച്ചിരി അരാണി വെല്ലം കൂടിയ അരിപ്പായസം, അതിൽ നിങ്ങൾക്ക് വിശേഷപ്പെട്ട നെയ്യ് ഒഴിക്കാം, നെയ്പായസമാക്കാം, ഏലക്കയൊക്കെ ഇടാം. മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, ഓം വജത് ഭുവേ നമഃ. ഈ ഷഷ്ഠി വ്രതമാണ് നിങ്ങളുടെ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്. ഉന്നത വിദ്യാഭ്യാസം, മക്കൾക്ക് അവരുടെ വിവാഹ വിഷയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തമ സന്താനങ്ങളെ ഉണ്ടാക്കുന്നതൊക്കെ സുബ്രഹ്മണ്യനാണ്. അതിനാൽ സ്ത്രീകൾ ഷഷ്ഠിവ്രതം നന്നായി ആഘോഷിക്കും. സുബ്രഹ്മണ്യൻ്റെ അഷ്ടോത്തര നാമം ജപിക്കുന്നത് വളരെ ഗുണമാണ്. ഓം വജത് ഭുവേ നമഃ എന്ന മൂലമന്ത്രം നിങ്ങൾക്ക് വളരെ ഉപകരിക്കും. അപ്രകാരം തന്നെ ഓം ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിയും ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ എന്ന മന്ത്രവും സുബ്രഹ്മണ്യനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന മന്ത്രമാണ്. ഈ മന്ത്രം ജപിക്കുക. അല്ലെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി അവിടെ പഞ്ചാമൃതം അല്ലെങ്കിൽ ത്രിമധുരം, സുബ്രഹ്മണ്യ പൂജ, സുബ്രഹ്മണ്യന് പായസം ഇതൊക്കെ വഴിപാടായി ചെയ്യാവുന്നതാണ്. ഷഷ്ഠി തിഥിയുള്ള ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വളരെയധികം ഭക്തരുടെ തിരക്ക് കാണാം. വടക്കൻ മലബാറിൽ ഏറ്റവും നല്ല സുബ്രഹ്മണ്യ ക്ഷേത്രമാകുന്നു പെർളശ്ശേരി. അതേ രീതിയിൽ മക്രേരി സുബ്രഹ്മണ്യ ക്ഷേത്രം. കോഴിക്കോട് ചെറുവണ്ണൂർ നല്ല സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി വളരെയധികം പ്രശസ്തനാണ്. എല്ലാ വിദ്യകളും അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കും. ശ്രീകുമാൻ തമ്പി സാറിനൊക്കെ തന്നെ ഇത്ര അനർഗളമായി വാക്കുകൾ പ്രവഹിക്കുവാനും എഴുതുവാനും രചനാ വൈഭവം നൽകിയതും സുബ്രഹ്മണ്യസ്വാമിയാണ്. പിന്നെ മണ്ണാർശാല അമ്മയും. അപ്രകാരം തന്നെ കേരളത്തിൽ വെളിയിൽ പോയാൽ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ശിവക്ഷേത്രമാണ് കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രം. മംഗലാപുരത്തിൽ നിന്നും 3.5 മണിക്കൂർ യാത്ര ചെയ്താൽ കുക്കി സുബ്രഹ്മണ്യം അതിശക്തമായ സുബ്രഹ്മണ്യ സ്വാധീനമുള്ള ക്ഷേത്രമാണ്. തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഒരു വലിയ അനുഭവമാണ്. അതേ രീതിയിൽ പഴനി ഹെഡ് ഓഫീസാകുന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ. പഴയകാലത്ത് നമ്മുടെ പൂർവികരൊക്കെ തന്നെ പഴനിയിൽ നടന്നുപോയി പൂശാരിമാരായി സുബ്രഹ്മണ്യ സ്വാമിയെ ദർശിച്ച് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങി ആ അനുഗ്രഹാശിസുകൾ വരും തലമുറക്ക് പകർന്നു കൊടുത്ത പൂർവ്വസൂരികളുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിനാൽ സുബ്രഹ്മണ്യ പ്രീതി ഒരു വലിയ അനുഭവമായി മാറട്ടെ. നാളത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തികേയൻ എന്നൊരു പേരൊക്കെ ഉണ്ട് സുബ്രഹ്മണ്യന്. പക്ഷേ സുബ്രഹ്മണ്യൻ്റെ നക്ഷത്രം തൈപ്പൂയമാണ്, പൂയം നക്ഷത്രമാകുന്നു. കാർത്തികേയൻ എന്നൊരു പേരുണ്ട്. കാർത്തിക സംഹാര നക്ഷത്രമാകുന്നു. സൃഷ്ടിതി സംഹാര നക്ഷത്രത്തിൽ സംഹാര നക്ഷത്രമാണ് കാർത്തിക. ഈ കാർത്തിക വാങ്ങാനും കൊടുക്കാനും നാം ഉപയോഗിക്കാറില്ല. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാച്ച രേവതി ആദാതവ്യം ന ദാതവ്യം തച്ഛേഷന്തു വിനശ്യതി. കൃത്രിക, കാർത്തിക, ഭാഗ്യം, ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ നക്ഷത്രങ്ങളൊന്നും തന്നെ വാങ്ങാനും കൊടുക്കുവാനുള്ള നക്ഷത്രമല്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് അനുകൂലമായ ഒരു ദിനമല്ല നാളെയെന്ന് മനസ്സിലാക്കുക. എങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണമെങ്കിൽ രാഹുകാലത്തിന് മുന്നുള്ള 12 മണിക്ക് മുമ്പുള്ള 11:15 മുതൽ 12 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. നാളെ ഏറ്റവും നല്ല ദിനമാകുന്നു. നിങ്ങൾ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കണം. കാർത്തിക, ഉത്രാടം നക്ഷത്രക്കാർ ശിവന് പ്രിയപ്പെട്ട വഴിപാടുകൾ കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ, പുഷ്പാഞ്ജലി ഒക്കെ കാർത്തിക നക്ഷത്രത്തിന് ചെയ്യുന്നത് വളരെയധികം ഗുണകരമായി തീരും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ ഒരു നല്ല നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.